ഇന്നെങ്കിലും തീരുമാനം ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്നെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് വൈകുന്നേരത്തിനകം പ്രസിദ്ധീകരിക്കും. 2 ഘട്ടമായിട്ടായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യത്തെ ഒരു ഘട്ടം, ആ ഘട്ടമാണ് ഏറ്റവും വൈതരണി പിടിച്ച ഘട്ടം. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ പണി ആരംഭിക്കും. ഇതിനകത്ത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം, നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മധുസൂദനൻ മിശ്രയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടി ഇതിനകത്തൊരു പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ ചർച്ചകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തിനകം ഒന്നാമത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. രണ്ടാമത്തെ പട്ടിക ഈ ഒന്നാമത്തെ പട്ടിക പുറത്തുവിട്ടതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ രണ്ടാമത്തെ പട്ടികയും പുറത്തു വരും. ഇന്ന് ആദ്യത്തെ പട്ടിക പുറത്തുവിടും, മറ്റേ രണ്ടാമത്തെ പട്ടിക നാളെയോ മറ്റന്നാളോ പുറത്തു വരും. എംപിമാരുടെ മത്സരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ സംശയത്തിൽ നിൽക്കുന്നത്. അതിനെന്തെങ്കിലും ഹൈക്കമാൻഡിന് തീരുമാനം? ഞാൻ അക്കാര്യത്തെ കുറിച്ച് വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു മറുപടി ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല. ഹൈക്കമാൻഡ് മാറ്റൂ എന്ന് എനിക്കറിയത്തുമില്ല. മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച എംപിമാരുടെ എണ്ണം കൂടുന്നതെന്നുള്ളതാണ്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ പിന്നെ മറ്റൊരാളും ആവശ്യപ്പെടും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എംപിമാരെ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതൊന്നുമില്ലല്ലോ. സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തു വന്നാൽ മതി. ഇതിപ്പം ആൾ ഓൺ എ സഡൻ എന്നൊക്കെ പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ പര്യടനം പൂർത്തിയാക്കി പിറ്റേന്ന് തന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യം പറയാം. തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതി 23, 29 കേരളത്തിൽ ഇപ്പോൾ റമദാൻ വരുന്നുണ്ട്, അതുപോലെ ഈസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിഷു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി കേരളം നമ്മൾ ഈശ്വര വിശ്വാസികളുടെ ഒരു നാടാണ്. അതുകൊണ്ട് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ ആർട്ടിക്കിൾ 25 പറയുന്നതാണ്. ഏതൊരു ജാതിയിൽ വിശ്വസിക്കാനും മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ജനങ്ങൾക്കുള്ള അവകാശം ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ കവർന്നെടുക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ കവർന്നെടുക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. അതുകൊണ്ട് ഒരു പുനർചിന്തനം തമിഴ്നാട്ടിലെയും ബംഗാളിലെയും പോലെ കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 9-ാം തീയതി മാറ്റി 23, 29 ആക്കുന്നത് കേരളത്തിലെ വോട്ടർമാർക്ക് സൗകര്യം അതായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.